ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഇനിയും ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ ചൈനയുടെ ചുവന്ന ഡ്രാഗണിനെ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന അതിശക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ ബീജിംഗിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു രാജ്യത്തെയും ജനതയെയും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചപ്പോൾ തങ്ങളെ ചോദ്യം ചെയ്യാൻ ലോകത്താരും വരില്ലെന്നാണ് അമേരിക്ക അന്ന് കരുതിയത്. എന്നാൽ ആ ധാരണകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെ ഏകാധിപത്യത്തെ കടപുഴക്കി എറിയാൻ പോന്ന ചൈന എന്ന വൻ ശക്തി തന്നെയാണ് ഇപ്പോൾ ഇറാന് പ്രതിരോധമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീപ്പൊരി പടർത്തി സ്വന്തം ലാഭം കൊയ്യാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾക്ക് മേലാണ് ചൈന വലിയൊരു തടയിട്ടിരിക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്കും സാമ്പത്തിക മേഖലകൾക്കും നേരെ അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ ഉപരോധങ്ങൾ അപകടകരവും നിരുത്തരവാദപരവുമാണെന്ന് ചൈന തുറന്നടിക്കുമ്പോൾ അത് വെറും ഒരു നയതന്ത്ര പ്രസ്താവന മാത്രമായി കണ്ടുകളയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ലോകത്തിനി അമേരിക്കൻ ആധിപത്യം മാത്രം നടപ്പില്ല എന്ന വ്യക്തമായ താക്കീതാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ സൈനിക അഭ്യാസങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താമെന്ന് അമേരിക്ക കരുതിയിരുന്നുവെങ്കിൽ ചൈനയും റഷ്യയും ഇറാനും ചേരുന്ന പുതിയ വൻ ശക്തി അച്ചുതണ്ടിന് മുന്നിൽ ആ അമേരിക്കൻ തന്ത്രങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും. എന്താണ് വാർത്ത എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. അതിനൊപ്പം തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധമേഘങ്ങൾ വീണ്ടും ഉരുണ്ടു കൂടുകയാണ്. എന്നാൽ ഇത്തവണ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ നടപടി തികച്ചും അപകടകരവും നിരുത്തരവാദപരവുമാണെന്ന് ചൈന തുറന്നടിച്ചു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഈ പ്രതികരണം വെറും ഒരു വാക്കുകൾ മാത്രമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു വലിയ ശക്തി സഖ്യത്തിന്റെ വ്യക്തമായ പ്രഖ്യാപനം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ചൈന ഇറാനുമായി പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ച്. അമേരിക്ക പശ്ചിമേഷ്യൻ മേഖലയിൽ സൈനിക സാന്നിധ്യവും പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന് ചൈന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഇതിനകം തന്നെ ദുർബലമായി നിൽക്കുന്ന വെടിനിർത്തൽ കരാറുകളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്നാണ് ചൈന മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയുടെ ഈ നീക്കം വലിയ ഭീഷണിയാകുമെന്ന ബീജിംഗ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ശക്തമായ നിലപാടിന് പിന്നിൽ ചൈനയും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക തന്ത്രപരമായ ബന്ധത്തിന്റെ വലിയൊരു കഥ കൂടി പറയാനുണ്ട്. എന്തുകൊണ്ട് ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തു? അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ വകവെക്കാൻ ചൈന ഇറാന് നൽകുന്ന പിന്തുണ യാദൃശികമായി ഉണ്ടായ ഒന്നല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതായത് ഇറാനൊപ്പം എപ്പോഴും ചൈന നിന്നിട്ടുണ്ട് എന്ന് സാരം. 25 വർഷത്തേക്ക് നീളുന്ന ഒരു വലിയ തന്ത്രപ്രധാന കരാറിലാണ് ചൈനയും ഇറാനും ഒപ്പുവെച്ചിരിക്കുന്നത്. ഏകദേശം 400 ശതകോടി ഡോളറിന്റെ കൂറ്റൻ നിക്ഷേപമാണ് ഈ കരാറിലൂടെ ചൈന ഇറാനിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വലിയൊരു പങ്ക് ഇറാനിലെ ഊർജ്ജ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുമാണ് ഉപയോഗിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആ ഉപരോധങ്ങളെ പൂർണ്ണമായും മറികടക്കാൻ ഇറാന് താങ്ങായി നിൽക്കുന്നത് ചൈനയുടെ ഈ കൂറ്റൻ സാമ്പത്തിക ശക്തി തന്നെയാണ്. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കർശനമായി നിലനിൽക്കുമ്പോഴും ചൈനീസ് കമ്പനികൾ വളരെ തന്ത്രപരമായി ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ബദൽ മാർഗങ്ങളിലൂടെയും പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ച് നടക്കുന്ന ഈ വ്യാപാരം ഇറാന് സാമ്പത്തിക തകർച്ച ഒഴിവാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല കേട്ടോ. തങ്ങളുടെ ഉപരോധങ്ങൾ ലോകത്ത് പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാന് ലഭിച്ച ഏറ്റവും വലിയ തണലാണ് ചൈന എന്ന് പറയാം. നയതന്ത്രപരമായി അന്താരാഷ്ട്ര വേദികളിൽ ഇറാന് സംരക്ഷണം തീർക്കാൻ ചൈന എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഉൾപ്പെടെ അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നീക്കങ്ങളെ ചൈനയും റഷ്യയും ചേർന്നാണ് പ്രതിരോധിക്കുന്നത്. അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തെ ചോദ്യം ചെയ്യാൻ ചൈനയും ഇറാനും റഷ്യയും ഉൾപ്പെടുന്ന ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അഥവാ BRA എന്ന ചൈനയുടെ സ്വപ്ന പദ്ധതിയിൽ ഇറാൻ ഒരു പ്രധാന കണ്ണിയാണെന്ന് ഓർക്കണം. യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള ചൈനയുടെ വ്യാപാര പാതയിൽ ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ നിർണായകവുമാണ്.
അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അങ്ങനെ എളുപ്പത്തിൽ കളയാനാകുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഇത് അമേരിക്കയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ് കേട്ടോ. മുൻപ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഏതൊരു രാജ്യവും അന്താരാഷ്ട്ര തലത്തിൽ തനിച്ചായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഭാഗത്താണല്ലോ പവർ ഉള്ളത്. എന്നാൽ ഇന്ന് ചൈന എന്ന സാമ്പത്തിക സൈനിക വൻ ശക്തിയുടെ പിന്തുണയുള്ളത് കൊണ്ട് ഇറാന് അമേരിക്കൻ ഭീഷണികളെ ധീരമായി തന്നെ നേരിടാൻ സാധിക്കുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ചൈനയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോളറിന് പകരമായി സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് തന്നെ കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. അതായത് ഡോളർ വെച്ചിട്ടാണ് അമേരിക്ക ലോകത്തെ വിലപേശി വാങ്ങുന്നത്. ഈ ഡോളറിന് എതിരെയായിട്ടാണ് ചൈനയും ഇറാനും ഇപ്പോൾ നിൽക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന പരമ്പരാഗത സ്വാധീനം വേരോടെ പിഴുതെറിയാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അടുത്തിടെ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ചത് ചൈനയായിരുന്നു എന്ന് ഓർക്കണം. ഇത് അമേരിക്കയെ പൂർണ്ണമായും ഞെട്ടിച്ച ഒരു നീക്കം തന്നെയായിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയൊരു ശക്തിയായിട്ട് ചൈന വളർന്നു വരുമ്പോൾ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളും ഇടപെടലുകളും ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്. അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല എന്നൊരു ധാർഷ്ട്യത്തിലാണല്ലോ അവരെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ചൈന ഇപ്പോൾ അവരെ അനുവദിക്കുന്നില്ല. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയെക്കുറിച്ച് ചൈന നൽകിയ മുന്നറിയിപ്പ് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ അമേരിക്ക നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും എണ്ണവില കുതിച്ചു വരാനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. ചൈനയുടെ സ്വന്തം ഊർജ ആവശ്യങ്ങൾക്കും ഈ പാതയുടെ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്ക ഏകപക്ഷീയമായി കടന്നു കയറുന്നത് തടയാൻ ചൈന തങ്ങളുടെ മുഴുവൻ ശക്തിയും തന്നെ ഉപയോഗിക്കും. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സൈനിക രംഗത്തും ചൈനയും ഇറാനും തമ്മിലുള്ള സഹകരണം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഉൾക്കടലിലും ഇരു രാജ്യങ്ങളും റഷ്യയുമായി ചേർന്ന് സംയുക്ത നാവികസേന അഭ്യാസങ്ങൾ നടത്താറുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ഭീഷണികളെ ചെറുക്കാനും തങ്ങളുടെ കടൽ പാതകൾ സുരക്ഷിതമാക്കാനും ഈ സഹകരണം ഇറാനെ സഹായിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇറാന് വലിയ രീതിയിൽ കരുത്ത് പകരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഇത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പരാജയമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ സഖ്യത്തെ നോക്കിക്കാണുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്ക ഒടുവിൽ ഇറാനെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ കൈകളിൽ എത്തിക്കുകയാണ് ചെയ്തത് എന്ന ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉപരോധങ്ങൾ പരാജയപ്പെടുക മാത്രമല്ല, അമേരിക്കയുടെ ലോകാധിപത്യത്തിന് ഭീഷണിയാകുന്ന ഒരു പുതിയ ബ്ലോക്ക് രൂപപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇത് വെറും ഒരു നയതന്ത്ര തിരിച്ചടി അല്ല കേട്ടോ, മറിച്ച് തങ്ങളുടെ ആഗോള മേധാവിത്വത്തിനേറ്റ വലിയൊരു പ്രഹരം തന്നെയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരവും ഊർജ വിപണിയും നിയന്ത്രിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ അവിടെ ശക്തരായ എതിരാളികളെയാണ് നേരിടേണ്ടി വരുന്നത്. ചൈന ഒരു ചെറിയ മീനല്ല, അമേരിക്കയ്ക്ക് ഒത്ത എതിരാളി തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ പ്രാധാന്യം കുറയുന്നതും ഡോളർ ഇതര വ്യാപാരങ്ങൾ വർദ്ധിക്കുന്നതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയും ഇറാനും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തിരുത്തി എഴുതുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ ഇനി പഴയ പോലെ ഫലപ്രദമാകില്ല എന്ന യാഥാർത്ഥ്യം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും, മറുവശത്ത് ചൈനയും റഷ്യയും ഇറാനും അടങ്ങുന്ന ശക്തമായ കൂട്ടുകെട്ട് ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ വരും നാളുകളിൽ ആഗോള രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ ഓരോ ചലനങ്ങളും ഇനി അമേരിക്കയുടെ മാത്രമല്ല, ചൈന തീരുമാനിക്കുന്ന ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ വൻശക്തിയുടെ പോര് ലോക സമാധാനത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ചെറു രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ സ്വാധീനം കുറയുകയും ചൈനീസ് സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ കിടക്കുന്നത്. സാമ്രാജ്യത്വം അപ്പോഴും വിമർശിക്കപ്പെടേണ്ടതാണ്. ഭാവിയിൽ പശ്ചിമേഷ്യയിലെ എണ്ണ വ്യാപാരവും സുരക്ഷാ സമവാക്യങ്ങളും എങ്ങനെ മാറുമെന്നത് ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തെ ആശ്രയിച്ചിരിക്കും. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ ലോകവും. അപ്പോൾ ഈ സംഘർഷത്തിലേക്ക് ചൈന കൂടി കടന്നു വരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.